ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു. നമുക്ക് ചില ആൾക്കാർ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വരൂ, പേരെന്താ? അങ്ങോട്ട് നോക്കി, അവിടെ നോക്കി കയറിപ്പോരെ. ഞാൻ എൻ്റെ വീട് പാലക്കാടാണ്, പക്ഷെ ഞാൻ സ്ഥിരതാമസം തിരുവനന്തപുരത്താണ്. ഞാൻ ഇത് പൂരത്തിന് വേണ്ടി ഇന്ന് രാവിലെ വന്നതാണ്. ആ, ഞാനിവിടെ തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ആ ഭാഗം. അല്ല, മേമേന് ഭാര്യയാണ്. ആ, ഇവിടെ വടക്കുന്നാഥൻ ഇനി പാറമേക്കാവിൽ പോകാൻ വേണ്ടി. ആ, ഞാൻ പൂരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അതിനു വേണ്ടി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് പൂരം കാണാൻ. ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ല, അതിന്റെ മുന്നിലെ വർഷം വന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലുകളൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വരുന്നത് അല്ലേ? ഇതൊരു ഉത്സവമല്ലേ. ഒന്നാമത് ഞാൻ പാലക്കാട്ട് വരികയല്ലേ, അപ്പോൾ ഇത് കാണാനായിട്ടൊരു ഇത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരണം എന്നുള്ളൊരു ഇത്. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല, ഇത്തവണ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയപ്പോൾ വന്നു. അങ്ങനെയാണ് എബി. നമുക്ക് ഇവിടെ തൃശ്ശൂർ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ഉള്ള ആൾക്കാരൊക്കെ കൂടുതൽ മറ്റു ജില്ലക്കാരാണ്. ഇവരും പാലക്കാടാണ്, പക്ഷെ തിരുവനന്തപുരത്താണ്. വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്താണ് താമസം. പേരൂർക്കടയിലാണ് ഞാൻ താമസം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പൂരങ്ങൾ നമുക്ക് കാണാനുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ പൂരമാണ്. പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരം. അതുകൊണ്ടല്ലേ ഇത്രയും ജനങ്ങൾ പുറം നാട്ടിൽ നിന്നും എല്ലാവരും വരാനുള്ള ആ അന്നത്തെ ഒഴിവാക്കിയിട്ട് വരണത്. അതുകൊണ്ടല്ലേ ഇത് കാണാനായിട്ട് ഒരു ഉത്സവ ലഹരിയില്ലേ ഇത്. അതാണ്. അപ്പം എന്തായാലും പൂരത്തിന്റെ ആവേശങ്ങൾ ഇങ്ങനെയാണല്ലോ. എല്ലാ മനുഷ്യർക്കും പൂരം ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇതിന്റെ പുതുമയാണ് ഓരോ നിമിഷവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂരം എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒന്നുകൂടെ പോയി വടക്കുന്നാലിൽ തൊഴണം, എല്ലാ അമ്പലത്തും തൊഴുതിട്ട് പൂരം കാണണം എന്നുള്ളൊരു നമുക്ക് ആ സമയമാകുമ്പോൾ ഒരു ഓരോ വർഷം കൂടുന്തോറും നമുക്ക് പുതിയ പുതിയ ഇത് കാണണം എന്നുള്ള ഒരു ഇതാണ്. പിന്നെ വടക്കുന്നാലിൽ വന്ന് തൊഴുക, എന്നിട്ട് പൂരം കാണുക. അങ്ങനെ 4 ദിവസത്തെ പരിപാടിക്ക് ഞാൻ വന്നതാണ്. അപ്പം എന്തായാലും പൂരമൊക്കെ കണ്ട് ആസ്വദിച്ച് ഉഷാറായിട്ട് തന്നെ പോട്ടെ എന്നുള്ള ആശംസിക്കുകയാണ്. ഇത്തവണ ഫ്രീ ആയാണ്. അപ്പം മോളും കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഫ്രീ ആയപ്പോൾ 4 ദിവസം എന്തായാലും ഇവിടെ എല്ലാം കറങ്ങി അടിച്ചിട്ടേ പോകുള്ളൂ. അപ്പം അങ്ങനെ നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും വരാറുള്ളൂ. മോള് ജോലിയൊക്കെ ആയിട്ട് ഇതുള്ളപ്പോഴേ വല്ലപ്പോഴും വരാറുള്ളൂ. പക്ഷേ ഇത്തവണ പൂരത്തിനായിട്ട് കുറേ നാളായി ഞാൻ വന്നിട്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതായത് നമുക്ക് ഇന്ന് നമ്മൾ സാധാരണ റൗണ്ടിലേക്ക് ഇറങ്ങുന്ന മാതിരിയല്ല. ഇന്നിപ്പോൾ റൗണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലും കാണാൻ കാഴ്ചകൾ നിരവധിയാണ്. എന്തായാലും പൂരം ആസ്വദിക്കുക രണ്ടുപേരും കേട്ടോ. പൂരം ആസ്വദിക്കുക. പിന്നെ നാളെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കുടമാറ്റം കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഓരോ സെക്കൻഡിലും ചടങ്ങുകളാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ. അപ്പം അതൊക്കെ ആസ്വദിക്കാം. പാലക്കാട്ടിൽ നിന്നൊക്കെ ചേച്ചിമാർ വന്നോണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടെ ഇറങ്ങി. ഇനി അവർ വന്നിട്ട് ഒന്നുകൂടെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശരി.